Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ ഫ്ലോട്ട് വാല്യൂ അതേപോലെ ഡബിൾ വാല്യൂ ഈ രണ്ട് വാല്യൂസ് ഒക്കെ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്നാണ്. നമ്മുടെ ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയാണ്? ഫ്ലോട്ടിൻ്റെ സൈസ് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്, 64 ബിറ്റ് ആർക്കിടെക്ചർ. അതേപോലെ ഡബിൾ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്രയാണ്? ഡബിൾ ഡാറ്റ ടൈപ്പ് സൈസ് പറഞ്ഞാൽ 8 ബൈറ്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഇൻഡിജറൊക്കെ ഡയറക്റ്റ്ലി നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ബൈനറി വാല്യൂസ് നമ്മുടെ ഫ്ലോട്ടും ഡബിളും നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റോർ ചെയ്യില്ല. അത് സ്റ്റോർ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, IEEE 754 സ്റ്റാൻഡേർഡ്. അതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഒക്കെ അതേപോലെ ഡബിൾ പോയിന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലോട്ട് പോയിന്റ് ഡബിൾ പോയിന്റ് ഒക്കെ പറഞ്ഞാൽ ഈ ഫ്ലോട്ടും ഡബിളും പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്താന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് റിയൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് പോയിന്റ് ആയിട്ടുള്ള വാല്യൂസ് 2.5, 3.7, 5.8 അതൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഫ്ലോട്ടും ഡബിളും പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ്. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് സി ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നതാണ് IEEE 754 സ്റ്റാൻഡേർഡ് ഫോർ റെപ്രസെന്റിംഗ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഇൻ ദി മെമ്മറി. അൺലൈക്ക് ദി ഇൻഡ് ടൈപ്പ്, അതായത് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ദാറ്റ് ഈസ് ഡയറക്ട്ലി സ്റ്റോർഡ് ഇൻ ദി മെമ്മറി. അതായത് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ഡയറക്ട്ലി സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോം ആയിട്ട്. അതേപോലെ അല്ല ഫ്ലോട്ടും ഡബിളും സ്റ്റോർ ചെയ്യുന്നത്. ഫ്ലോട്ടും ഡബിളും സ്റ്റോർ ചെയ്യുമ്പോൾ എക്സ്പോണന്റും മാൻഡിസും കൊണ്ട് വേറെ സെപ്പറേറ്റ് പോർഷനിലാണ് നമ്മൾ IEEE 754 സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ട് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് 3 പോർഷൻസ്. സൈൻ ബിറ്റ് എന്തായാലും ഉണ്ടാവും. അതായത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ സൈൻ ബിറ്റ് ഏതായിരിക്കും? 0 ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിരിക്കും. പിന്നെ ബയാസ്ഡ് എക്സ്പോണന്റ്, പിന്നെ നോർമലൈസ്ഡ് മാൻഡിസ. ബയാസ്ഡ് എക്സ്പോണന്റ് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഇപ്പോൾ ഒരു വാല്യൂ എഴുതണമെന്നിരിക്കും. ഇപ്പോൾ സാധാരണ ഡെസിമൽ വാല്യൂ എഴുതുന്നു 127 അല്ല 12.7 എഴുതി. നമുക്ക് 12.7നെ 1.27 എഴുതിയിട്ട് ഇൻറ്റു 10 എന്ന് എഴുതാൻ പറ്റും. 10 to the power 1 ഇങ്ങനെ എഴുതിക്കൂടെ? 1.27 ഇൻറ്റു 10 അതായത് 12.7. അപ്പം അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പം ഇവിടെ ഈ 1ന്റെ വാല്യൂ എത്ര വന്നുള്ളത്? പോസിറ്റീവ് ആണ്. പകരം ഞാൻ 0.01 ആയിരിക്കുക. 0.01നെ നമുക്ക് 1.01 ഇൻറ്റു 10 to the power -2 അങ്ങനെ എഴുതിക്കൂടെ? അപ്പം ഇവിടെ വാല്യൂ എന്താ വന്നുള്ളത്? നെഗറ്റീവ് ആണ്. അപ്പം അതേപോലെ ഇതിപ്പോൾ ഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് 10 to the power എടുത്തു. നമ്മളൊരു ബൈനറി വാല്യൂ ആണ് എഴുതുന്നെങ്കിൽ ഇതിന് പകരം ബേസ് 2 ആയിട്ട് എടുക്കുക. ബൈനറി വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ 11.01 ഇതാണ് ബൈനറി വാല്യൂ ആയിരിക്കുക. അതായത് ഒരു ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ വാല്യൂൻ്റെ ബൈനറി ഇങ്ങനെ വന്നു വിചാരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1.101 ഇൻറ്റു 2 to the power 1 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. അതിന് വരെ ഇപ്പോൾ 0.101 വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് 1.01 ഇൻറ്റു 2 to the power -1 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ബേസ് ഇവിടെ 2 ആണ്, അതായത് ബൈനറി നമ്പർ ആയതുകൊണ്ടാണ്. ഡെസിമൽ ആയതുകൊണ്ട് 10 to the power ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബയാസ്ഡ് എക്സ്പോണന്റ് പറഞ്ഞാൽ ദി എക്സ്പോണന്റ് ഓഫ് ദി നമ്പർ കനോട്ട് ബി ഡയറക്ട്ലി സ്റ്റോർഡ് ആസ് ഇറ്റ് ക്യാൻ ബി ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതായത് എക്സ്പോണന്റ് പോർഷന് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ വരാം. സോ വി യൂസ് എ ബയാസ്ഡ് എക്സ്പോണന്റ് വെർ വി ആഡ് സം ബയാസ് ടു ദി എക്സ്പോണന്റ്. നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നോക്കി നോക്കാം. നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യും കറക്റ്റ് ബയാസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നത്തെ സ്റ്റെപ്പാണ് നോർമലൈസ്ഡ് മാൻഡിസ. മാൻഡിസ ഇസ് ദി നമ്പർ ഇൻ സയന്റിഫിക് നൊട്ടേഷൻ പ്രിസിഷൻ ബിറ്റ്സ് ഓഫ് ദി നമ്പർ. അതായത് പോയിന്റിന് ശേഷം നമ്മൾ എഴുതുന്ന വാല്യൂസ് 1.07 ആ സ്റ്റെപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് 1 പോയിന്റ് നമ്മളൊരു വാല്യൂ എഴുതും. അതായത് x(1.x(+ or -y). അതിൽ ഈ എക്സ് ആണ് നമ്മുടെ മാൻഡിസ ഇക്വേഷൻ പ്രകാരം. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനി സി ഫ്ലോട്ട് മെമ്മറി റെപ്രസെന്റേഷൻ. ഫ്ലോട്ട് പറഞ്ഞാൽ 32 ബിറ്റ് ആണ്, അതാണ് 4 ബൈറ്റ്. ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി സൈൻ ബിറ്റ് ഓഫ് ദി നമ്പർ. സൈൻ ഓഫ് ദി നമ്പർ, അതായത് സൈൻ റെപ്രസെന്റ് ചെയ്യാനാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് സൈൻ. പിന്നെയുള്ള 8 ബിറ്റ് ആണ് എക്സ്പോണന്റ് പോർഷൻ നമ്മൾ ഫ്ലോട്ടിൽ കൊടുക്കുക. നെക്സ്റ്റ് 8 ബിറ്റ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ദി എക്സ്പോണന്റ്. റിമൈനിങ് 23 ബിറ്റ്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ദി മാൻഡിസ. മാൻഡിസ പോർഷൻ ആണ് പിന്നത്തെ 23 ബിറ്റ്സ് കൊടുക്കുക. ഇനി ഡബിൾ മെമ്മറി റെപ്രസെന്റേഷൻ. ഡബിളിന്റെ സൈസ് പറഞ്ഞാൽ 8 ബൈറ്റ്, അതായത് 64 ബിറ്റ് ആണ്. അതിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ് സൈൻ ബിറ്റിന് സ്റ്റോർ ചെയ്യുക. പിന്നെ 8 ബിറ്റിന് പകരം 11 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതേപോലെ മാൻഡിസയിൽ 52 ബിറ്റ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡബിൾ കുറച്ചുകൂടി പ്രിസിഷൻ കൂടുതലായിരിക്കും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനൊക്കെ. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് നമ്മൾ സിംഗിൾ പ്രിസിഷൻ എന്ന് പറയാം. ഡബിൾ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഡബിൾ പ്രിസിഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഡബിൾ എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് കുറച്ചുകൂടി പ്രിസിഷൻ കൂടുതലായിരിക്കും, അതായത് കുറച്ചുകൂടി ബിറ്റ്സ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മോർ അക്യുറസിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ഇതെങ്ങനെ ചെയ്യണം, ഈ സ്റ്റെപ്സ് എങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം.
നമുക്ക് എങ്ങനെ ഒരു ഫ്ലോട്ട് വാല്യൂ അല്ലെങ്കിൽ ഡബിൾ വാല്യൂ IEEE ഫ്ലോട്ടിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ് പ്രകാരം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. അതിനായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നമ്മൾ കൺവേർട്ട് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷനിലും ഇന്റഗ്രൽ പാർട്ടിന്റെയും ബൈനറി കണ്ടെത്തുക. അതായത് ആ ഒരു വാല്യൂവിന്റെ ബൈനറി കണ്ടെത്തുക. നമുക്കൊരു എക്സാമ്പിൾ ഒരു 2.25 ആണ് എടുത്തത്. അപ്പൊ 2.25ന്റെ ബൈനറി റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമ്മുടെ മെമ്മറിക്ക് സ്റ്റോർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കണം. 2.25ന് ഇതാണ് നമ്മുടെ ഫ്രാക്ഷണൽ പോർഷൻ. ഫ്രാക്ഷണൽ പോർഷൻ ആണ് 0.25. ഇതാണ് ഇന്റിജർ പോർഷൻ, ഇന്റഗ്രൽ പോർഷൻ. അപ്പൊ 2ന്റെ ബൈനറി പറഞ്ഞാൽ എന്താ? 2ന്റെ ബൈനറി പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 10. 10 ആണ് 2ന്റെ ബൈനറി. 0.25ന്റെ ബൈനറി നമുക്ക് അറിയില്ല. അപ്പൊ 0.25ന്റെ അങ്ങനെയുള്ള ബൈനറി കണ്ടുപിടിക്കണമെങ്കിൽ 0.25, 0.5, 0.6 അങ്ങനെയുള്ള വാല്യൂസ് വന്നാൽ അത് ബൈനറി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് 2 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ? ഏറ്റവും അവസാനം ആൻസർ 1.0 കിട്ടുന്ന വരെ 0.25 into 2. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 0.5. ഇത് ഈ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുക. പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എന്താ? 0 ആണ്. അത് നമ്മളിവിടെ നോക്കി. അടുത്തതിന് ഈ ഒരു 0.5 ആണ്. 0.5 into 2. 0.5 into 2 പറഞ്ഞാൽ എത്രയാണ്? 1.0. ഇതിൽ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എത്രയാണ്? 1 സ്റ്റോർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? 1.0 കിട്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഇന്റിജറിലൊക്കെ നമ്മൾ 2ന്റെ LCM വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അതിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഡയറക്ഷൻ എടുത്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഫ്രാക്ഷണൽ പോയിന്റുകൾ ചെയ്യുമ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡയറക്ഷനാണ് എടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ 0.25ന്റെ നമുക്ക് കിട്ടി 0.1 ആണ് അതിന്റെ ബൈനറി. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. 10.01. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 10.01 നമുക്കത് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ കൺവേർട്ട് ദി റിസൾട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സ്റ്റാൻഡേർഡ് എക്സ്പോണന്റ് ഫോർമാറ്റ്. സ്റ്റാൻഡേർഡ് എക്സ്പോണന്റ് ഫോർമാറ്റ് പറഞ്ഞാൽ 1.x e raised to plus or minus y. നമുക്ക് ഷിഫ്റ്റ് ഡെസിമൽ പോയിന്റ് ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് such a way that it will become 1 point value. അതായത് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ഇപ്പോൾ 10.01 ആണ്. ഈ 10.01നെ നമ്മൾ 1 പോയിന്റ് കിട്ടുന്ന തരത്തിലാക്കണം. അപ്പൊ നമുക്ക് ഈ പോയിന്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. പോയിന്റ് ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എന്താ? ഷിഫ്റ്റ് ചെയ്ത് ഡെസിമൽ പോയിന്റ് ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 1 point വാല്യൂ. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലേ 1 point കിട്ടുക. ഈ പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും കിട്ടുക. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താലും കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1.001 into 2 to the power 1. ഒരു തവണ ഷിഫ്റ്റ് ചെയ്താൽ 2ന്റെ പവർ 1 വരും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 1 point വെച്ചുള്ള വാല്യൂ കിട്ടി. ഈ 2ന്റെ പവറിന്റെ വാല്യൂ ആണ് നമ്മൾ y ആയിട്ട് എടുക്കുക. ആ ഒരു ഇക്വേഷൻ പ്രകാരം y-ന്റെ വാല്യൂ 2ന്റെ എത്രയാണ് പവർ വരുന്നത്? 2 എടുക്കാൻ കാരണം എന്താ? നമ്മുടെ ബൈനറി നമ്പറിന്റെ ബേസ് സിസ്റ്റം 2 ആണ്. അതുകൊണ്ടാണ് 2. അതിന്റെ പവർ y പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. y പറഞ്ഞ നമ്പർ ഓഫ് ഷിഫ്റ്റ്. നമ്മൾ ഒരു തവണ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് 2ന്റെ പവർ 1 വന്നു. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 വരും. നമുക്ക് ഒരു തവണ ഷിഫ്റ്റ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പോൾ 1 point സംതിങ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു തവണയാണ് ഷിഫ്റ്റ് ചെയ്തത്. നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്? ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ if right side shift then it is negative shift. അതായത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും y. else if left side then positive shift. അതായത് നമ്മൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കണ്ടോ? 2ന്റെ പവർ പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 12.2നെ 1 point സംതിങ് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 1.22 into 10 to the power 1. നമ്മൾ ഓൾറെഡി അറിയാം ഈ പോയിന്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10ന്റെ പവർ ഇൻക്രീസ് ചെയ്ത് വരും. ഇതിന് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 128 into 10 to the power minus 1 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് പോയിന്റ് ഇക്വേഷൻ. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. y-ന്റെ വാല്യൂ ഇപ്പൊ എത്ര? 1 ആണ് വന്നുള്ളത്. ഇനി x പോർഷൻ പറഞ്ഞ മാൻഡിസ. അത് 23 bits ആണ് ഇൻ ഫ്ലോട്ടിൽ, 52 bits ആണ് ഇൻ ഡബിളിൽ. നമുക്കിപ്പോ കിട്ടി വാല്യൂ 1.001 into 2 to the power 1. ഇതിൽ ഈ 1 കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ അല്ലേ, അതാണ് നമ്മുടെ മാൻഡിസ. അതായത് 1.x into e raised to y plus or minus y. ഇവിടെ y-ന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. എക്സിനെ പറയുന്ന പേരാണ് മാൻഡിസ. നമുക്ക് മാൻഡിസ ഫ്ലോട്ട് റെപ്രസെന്റേഷനിൽ എത്ര വരിക? 23 bits ആണ് വരിക. ഫ്ലോട്ട് റെപ്രസെന്റേഷൻ 23 bits വരിക. ഇവിടെ എത്ര ബിറ്റ്സ് ഉണ്ട്? 3 bits അല്ലേ, അതായത് 0, 0, 1. ഇനി ബാക്കി എത്ര ബിറ്റ്സും കൂടി വേണം? 23 bits. 23 minus 3
ഇനി 20 ബിറ്റ്സ് കൂടി ഉണ്ട്. അപ്പൊ റിമൈനിങ് 20 ബിറ്റ്സ് 0 ആയിരിക്കും. 0 0 1 0 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 0. ഇതാണ് ഇതിന്റെ മാൻഡിസ. മാൻഡിസ നമുക്ക് കിട്ടി. മാൻഡിസ പറഞ്ഞാൽ ഇതാണ്. ഇനി സൈൻ ബിറ്റ് എത്രയാണ്? സൈൻ ബിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? സൈൻ ബിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ 2.25. 2.25 പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ സൈൻ ബിറ്റ് എന്താ വരിക? സൈൻ ബിറ്റ് 0 ആണ് വരിക. സൈൻ ബിറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇതുവരെ എത്തി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മാൻഡിസ കണ്ടുപിടിച്ചു. മാൻഡിസ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വാല്യൂ വന്നത്? വൈ വാല്യൂ വന്നു. അതായത് 10.01 നമ്മൾ 1 പോയിന്റ് കിട്ടുന്ന തരത്തിൽ എഴുതി. 1 പോയിന്റ് കിട്ടുന്ന തരത്തിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു തവണ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് 2⁻1 വന്നു. റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2⁻−1 വന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് വൈൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ വന്നു. നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ വൈൻ്റെ വാല്യൂ നെഗറ്റീവ് വരും. അതിനുശേഷം നമ്മുടെ ഈ 1ന് റൈറ്റ് 1 ഒഴിച്ച് 1 കളഞ്ഞിട്ട് ബാക്കിയുള്ള പോയിന്റിന് ശേഷം ബാക്കി ഏത് വാല്യൂ ഉള്ളത് അതാണ് മാൻഡിസ പോർഷൻ. മാൻഡിസയിൽ നമ്മുടെ 23 ബിറ്റ്സ് ആണ് ഫ്ലോട്ടിന് അലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 ബിറ്റ്സ് നമുക്ക് ഓൾറെഡി മനസ്സിലായി, 0 0 1. ബാക്കിയുള്ള 20 ബിറ്റ്സ് നമ്മൾ ജസ്റ്റ് 0 ആഡ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാണ് എക്സ്പൊണന്റ് പോർഷൻ കണ്ടുപിടിക്കുക. എക്സ്പൊണന്റ് പോർഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് ഫൈൻഡ് ദി എക്സ്പൊണന്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ബയസ് നമ്പർ. അതായത് ആഡ് ഓർ സബ്സ്ട്രാക്ട് വൈ വാല്യൂ. വൈ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. വൈ വാല്യൂ പറഞ്ഞാൽ ഇവിടെ എത്ര 1 ആണ് കിട്ടിയുള്ളത്. ആ വൈ വാല്യൂന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ വൈ വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് ബയസ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ വൈ വാല്യൂ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക. ആഡ് ഓർ സബ്സ്ട്രാക്ട് വൈ വിത്ത് ദി സ്റ്റാൻഡേർഡ് ബയസ് നമ്പർ. വൈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക, വൈ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. അത് ഒരു ഫ്ലോട്ടിനാണെങ്കിൽ സ്റ്റാൻഡേർഡ് ബയസ് നമ്പർ 127 ആണ്. ഡബിളിനാണെങ്കിൽ സ്റ്റാൻഡേർഡ് ബയസ് നമ്പർ 1023 ആണ്. അപ്പൊ നമുക്ക് എക്സ്പൊണന്റ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കിട്ടിയുള്ളത്? വൈ വാല്യൂ എത്ര കിട്ടിയുള്ളത്? 1 ആണ് കിട്ടിയുള്ളത്. അപ്പൊ 1 നമ്മുടെ സ്റ്റാൻഡേർഡ് ബയസ് നമ്പർ പറഞ്ഞാൽ 127 ആണ്. 127 കൂടെ വൈ പോസിറ്റീവ് കിട്ടിയോണ്ട് നമ്മൾ ആഡ് ചെയ്യുക. 127 + 1 = 128. 128 ആണ് കിട്ടിയത്. ഇനി 128ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ 128ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ പറഞ്ഞാൽ 10000000. ഇതാണ് നമ്മുടെ എക്സ്പൊണന്റ് പോർഷൻ. ഇതാണ് നമ്മുടെ എക്സ്പൊണന്റ് പോർഷൻ. നമുക്കിപ്പോൾ കിട്ടിയത് മൊത്തത്തിൽ എഴുതാണെങ്കിൽ സൈൻ ബിറ്റ് എങ്ങനെ വരിക? സൈൻ ബിറ്റ് 0 ആണ്. ഇനി എക്സ്പൊണന്റ് പോർഷൻ എങ്ങനെ വരിക? എക്സ്പൊണന്റ് പോർഷൻ 1 0 0 0 0 0 0 0. എക്സ്പൊണന്റ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി മാൻഡിസ നമുക്ക് എങ്ങനെ കിട്ടിയുള്ളത്? മാൻഡിസ ഇവിടെ കിട്ടി 0 0 1 0 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 3 7 11 15 19 23 ബിറ്റ്സ് 8 ബിറ്റ്സ് 1 ബിറ്റ്സ്. ഇതാണ് നമ്മുടെ 2.25ന്റെ ഫ്ലോട്ട് വാല്യൂ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന വാല്യൂ -3.75. -3.75ന്റെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്പ് എന്താ? കൺവേർട്ട് ഗീവൺ വാല്യൂ ടു ബൈനറി. അതിനെ നമ്മൾ കൺവേർട്ട് ഫ്രാക്ഷണലും ആൻഡ് ഇന്റഗ്രൽ വാല്യൂ ബൈനറി ആക്കുക. അതായത് ആദ്യത്തെ തന്ന വാല്യൂന് ബൈനറിക്ക് ആക്കണം. അതിന് നമ്മുടെ ഇന്റഗ്രൽ പോർഷൻ പറഞ്ഞാൽ -3 ആണ്. നമുക്ക് ഓൾറെഡി സംഖ്യ നെഗറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ പോർഷനിലേക്ക് ആക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ, അതായത് -3ക്ക് പകരം 3ന്റെ ഇന്റഗ്രൽ പോർഷൻ എന്താ ബൈനറി കൺവേർട്ട് ചെയ്യുക. അതേപോലെ 0.75ന്റെ ബൈനറി കൺവേർട്ട് ചെയ്യുക. 3ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 ആണ്. 0.75 കണ്ടുപിടിക്കണമെങ്കിൽ 0.75 പോയിന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. നമുക്ക് ആൻസർ സ്റ്റോർ ചെയ്യാം. 0.75 × 2 പറഞ്ഞാൽ 1.5 ആണ് ആൻസർ കിട്ടുക. അതിൽ നിന്ന് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം പോയിന്റ് റൈറ്റ് സൈഡിലുള്ള വാല്യൂ വീണ്ടും എടുത്തതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. 0.5 × 2. ഇവിടെ നമ്മൾ 1.5 × 2 അല്ല ചെയ്യുന്നത്, പോയിന്റിന് ശേഷം ഏത് വാല്യൂ ഉള്ളത് അതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0.5 × 2 ചെയ്താൽ വീണ്ടും 1.0 ആൻസർ കിട്ടും. ഈ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുക. നമുക്ക് 1.01 ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡയറക്ഷനിൽ വാല്യൂ സ്റ്റോർ ചെയ്യുക. അപ്പോൾ 0.75ന്റെ ബൈനറി നമുക്ക് കിട്ടി 1 1. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 11.11. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. നമുക്ക് ഈ ആൻസറിന് 1 പോയിന്റ് സംതിങ് വേണം. 1 പോയിന്റ് സംതിങ് വേണമെങ്കിൽ ഈ പോയിന്റ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1.111 × 2⁻1. 2⁻1 ചെയ്യാൻ കാരണം ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പോയിന്റ് വാല്യൂ 1 പോയിന്റ് സംതിങ് കിട്ടാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വൈ വാല്യൂ എത്ര വരിക? വൈ വാല്യൂ 1 വരിക.
നമ്മൾ ഈ സ്റ്റെപ്പ് നോക്കിയാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഷിഫ്റ്റ് ദി ഡെസിമൽ പോയിന്റ് ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 1 പോയിന്റ് സംതിങ് വാല്യൂ. അതായത് 1 പോയിന്റ് കിട്ടുന്ന സംതിങ് വാല്യൂ ആയിട്ട് വരണം. അങ്ങനെയാണ് ആ സ്റ്റെപ്പ് ചെയ്തത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ വൈന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കേട്ടോ, വൈ നമ്പർ ഓഫ് ഷിഫ്റ്റ്. ഇഫ് റൈറ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് ഷിഫ്റ്റ്, ഈ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ് ഷിഫ്റ്റ്. ഇനി അതിൽ നിന്ന് നമുക്ക് മാൻഡിസ് എഴുതാൻ പറ്റും. ഇനി മാൻഡിസ് എഴുതണമെങ്കിൽ എത്രയാണ്? ഈ 1 ശേഷമുള്ള വാല്യൂസിൽ 3 1 ആണുള്ളത്. ഈ 1 നെഗ്ലക്ട് ചെയ്യുക, അതിന് ശേഷമുള്ള വാല്യൂസ് എഴുതുക 1 1 1. ഇപ്പൊ നമ്മൾ 3 ബിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഫ്ലോട്ടിൽ എത്ര ബിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുക? അപ്പൊ 3 ബിറ്റ് യൂസ് ചെയ്തു. ഫ്ലോട്ടിൽ 23 ബിറ്റ്സ് ആണ്. 23 ബിറ്റ്സ് ആണ് നമ്മുടെ മാൻഡിസ പോർഷൻ യൂസ് ചെയ്യുക. മാൻഡിസ പോർഷൻ യൂസ് ചെയ്യുക. 3 ബിറ്റ്സ് 1 1 1 ആണ് കിട്ടി. അപ്പൊ ബാക്കിയുള്ള ബിറ്റ്സ് സീറോസ് ആഡ് ചെയ്യുക. 0 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 0. അപ്പൊ നമുക്ക് മാൻഡിസ എത്ര കിട്ടി? ഇതാണ് നമ്മുടെ മാൻഡിസ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് മാൻഡിസ കിട്ടി. ഇനി തേർഡ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫൈൻഡ് ദി എക്സ്പോണന്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ബയാസ് നമ്പർ. അതിൽ നമുക്ക് വൈ വാല്യൂ ആവശ്യമുണ്ട്. വൈ വാല്യൂ നമ്മൾ സ്റ്റാൻഡേർഡ് ബയാസ് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യുക. വൈ വാല്യൂ പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ബയാസ് നമ്പർ ഫ്ലോട്ടിനാണെങ്കിൽ 127 ആണ്. അപ്പൊ 127 കൂടെ വൈ വാല്യൂ ആഡ് ചെയ്യുക. പോസിറ്റീവ് ആയതുകൊണ്ട് 127 പ്ലസ് 1 പറഞ്ഞ എത്ര? 128. 128 കിട്ടി. 128ന്റെ കറസ്പോണ്ടിങ് ബൈനറി പറഞ്ഞാൽ 1 0 0 0 0 0 0 0. ഇതാണ് 128ന്റെ ബൈനറി. അപ്പൊ നമുക്ക് എക്സ്പോണന്റ് പോർഷൻ കിട്ടി. ഇതാണ് എക്സ്പോണന്റ് പോർഷൻ കിട്ടി. പിന്നെ സൈൻ ബിറ്റ് കിട്ടാൻ പ്രത്യേകിച്ച് പണിയില്ല. സൈൻ ബിറ്റ് കിട്ടാൻ നമ്മൾ ജസ്റ്റ് നമുക്ക് തന്ന വാല്യൂ നോക്കിയാൽ മതി. -3.75. ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് സൈൻ ബിറ്റ് എന്താ വരിക? സൈൻ ബിറ്റ് 1 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സൈൻ ബിറ്റ്, ഇതാണ് നമ്മുടെ സൈൻ ബിറ്റ്. സൈൻ ബിറ്റ് എത്ര വരിക? 1 വന്നു. അടുത്തത് നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ. എക്സ്പോണന്റ് പോർഷൻ പറഞ്ഞാൽ 1 0 0 0 0 0 0 0. ഇതാണ് നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ. പിന്നെ നമ്മുടെ മാൻഡിസ പറഞ്ഞാൽ 1 1 1 ഇനി 20 zeros 0 0 0 0 0 0 0 0. ഇതാണ് നമ്മുടെ മാൻഡിസ പോർഷൻ. കേട്ടോ, ഇതാണ് നമ്മുടെ ആൻസർ. ആദ്യം 1 സൈൻ ബിറ്റ്, പിന്നെ എക്സ്പോണന്റ് പോർഷൻ നമുക്ക് കിട്ടി. 127 കൂടെ 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്യാൻ കാരണം നമ്മുടെ വൈ വാല്യൂ 1 ആണ് കിട്ടിയത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് വൈ വാല്യൂ 1 കിട്ടിയത്. ഒരു തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് വൈ വാല്യൂ 1. വൈ വാല്യൂ പറഞ്ഞാൽ 2ന്റെ പവർ എത്രയാണ് വന്നുള്ളത്? 1. 2 വരാൻ കാരണം നമ്മുടെ ബൈനറിയിൽ ബേസ് വാല്യൂ 2 ആണ്. നമ്മൾ ഈ ജസ്റ്റ് സ്റ്റെപ്പ് നോക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ആ വൈ വാല്യൂ 227 കൂടെ ഇവിടെ ആഡ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? വൈ വാല്യൂ പോസിറ്റീവ് കിട്ടിയോണ്ടാണ്. വൈ വാല്യൂ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. നമ്മൾ വൈ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്റെ ബൈനറി എഴുതി വെക്കുക. 128ന്റെ ബൈനറി നമ്പർ എത്ര കിട്ടിയത്? അതാണ് നമ്മുടെ എക്സ്പോണന്റ് ഫോം. അപ്പൊ സൈൻ ബിറ്റ് കിട്ടി, എക്സ്പോണന്റ് കിട്ടി, മാൻഡിസ കിട്ടി. ഇതാണ് നമ്മുടെ -3.75ന്റെ റെപ്രസെന്റേഷൻ. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടി വലിയ വാല്യൂ എടുക്കുന്നത് 156.625. നമ്മൾ ആദ്യം ഇതിന്റെ ബൈനറി കണ്ടുപിടിക്കുക. ബൈനറി കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഇന്റഗ്രൽ പോർഷൻ 156.625 ഫ്രാക്ഷൻ പോർഷൻ. ഇതിന്റെ സെപ്പറേറ്റ് രണ്ടിന്റെയും ബൈനറി കണ്ടുപിടിക്കുക. 156ന്റെ ബൈനറി പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കുക. 156ന്റെ ബൈനറി വരിക 1 0 0 1 1 1 0 0. ഇതാണ് അതിന്റെ ബൈനറി വരിക. 156 പറയാൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും സമ്മായിട്ട്. 156 is equal to 128 plus 16 plus 8 plus 4. അപ്പൊ 1ന്റെ അവിടെ ആദ്യത്തെ പൊസിഷൻ പറഞ്ഞാൽ 1 ആണ്. 1ന്റെ അവിടെ 0 കൊടുക്കുക. 2ന്റെ അവിടെ 0, 4ന്റെ അവിടെ 1 വരും, 8ന്റെ അവിടെ 1 വരും, 16ന്റെ അവിടെ 1 വരും. പിന്നെ 32ന്റെ പൊസിഷനിൽ 0, 64ന്റെ പൊസിഷനിൽ 0, 128ന്റെ പൊസിഷനിൽ 1. ഇതാണ് ബൈനറി വാല്യൂ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക വേഗത്തില്. 156ന്റെ ബൈനറി വാല്യൂ നമുക്ക് കിട്ടി 1 0 0 1 1 1 0 0. ഈ 0.625 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. 0.625 into 2. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 1.250. അതിനുശേഷം ഈ ഫ്രാക്ഷൻ അല്ലാണ്ടുള്ള പോർഷൻ ഇല്ലേ 1, അത് നമ്മൾ സ്റ്റോർ ചെയ്യുക. 1 ഫ്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള പോർഷൻ അടുത്തേക്ക് എടുക്കുക. അതായത് 0.25 0.250 into 2 is equal to 0.5 കിട്ടി. അതിൽ നിന്ന് ഈ ഒരു 0 നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുക. 0 കിട്ടി. ഇനി പോയിന്റിന് ശേഷമുള്ള വാല്യൂ എത്രയാണ്? 0.5 തന്നെ. 0.5 into 2 1.0 കിട്ടി കഴിഞ്ഞാൽ നിർത്തുക. അതിൽ നിന്ന് പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 1 നമ്മൾ സ്റ്റോർ ചെയ്യും.
അതിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡയറക്ഷനിൽ ഇതിന്റെ വാല്യൂ എടുക്കുക. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള വാല്യൂ എടുത്താൽ 101 കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈനറി 156.625 അതിന്റെ ഒരുമിച്ചുള്ള ബൈനറി എഴുതി കഴിഞ്ഞാൽ 100.101. ഇതാണ് നമുക്ക് ഇതിന്റെ കിട്ടുക. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന്റെ 1 പോയിന്റ് സംതിങ് എഴുതാൻ പറ്റണം. 1 പോയിന്റ് സംതിങ് എഴുതണമെങ്കിൽ ഈ പോയിന്റ് ഇങ്ങോട്ട് എത്തണം. ഈ പോയിന്റ് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ആദ്യം ഒരു ഷിഫ്റ്റ് ചെയ്യുക. ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 100.111 0.0101 into 2 to the power 1. ഇനി വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. ഒരു തവണ കൂടി ലെഫ്റ്റിലേക്ക് ഈ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക? 100.111.00101 into 2 to the power 2. ഇനി നമ്മൾ ഈ പോയിന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100.111.001 into 2 to the power 3. ഇനി വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100, അതായത് ഈ പോയിന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു into 1.1100101 into 2 to the power 4. വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100, അതായത് പോയിന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു into 111.00101 into 2 to the power 5. ഈ പോയിന്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 10.011.00101 into 2 to the power 6. വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 1.00111.001 into 2 to the power 7. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് y-ന്റെ വാല്യൂ 2 പവർ ആണ് വരിക. y-ന്റെ വാല്യൂ പറഞ്ഞാൽ 7 ആണ് വരിക. ഇനി ഈ 1 പോയിന്റത്തെ ഈ 1 കളഞ്ഞിട്ടുള്ള ബാക്കി വാല്യൂ ആണ് മാൻഡിസ പോർഷനിൽ കൊടുക്കുക. അപ്പൊ മാൻഡിസ പോർഷനിൽ 0. ഇതാണ് നമ്മുടെ മാൻഡിസ ആയിട്ട് എടുക്കുക. 001100101. ഇതിപ്പോ എത്ര ബിറ്റായി? 1 2 3 4 5 6 7 8 9 10. 10 ബിറ്റ് നമ്മൾ യൂസ് ചെയ്തു. നമുക്ക് 23 ബിറ്റ് ആണ് നമ്മുടെ മാൻഡിസ്ക്ക് കൊടുക്കുക. അപ്പൊ 10 ബിറ്റ് നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ള ബിറ്റ് 0 കൊടുക്കുക. 13 ബിറ്റ് 0 കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇതാണ് നമ്മുടെ മാൻഡിസ വരിക. ഇതാണ് നമ്മുടെ മാൻഡിസ. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ എക്സ്പോണന്റ് കണ്ടുപിടിക്കുക. എക്സ്പോണന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടിയ y വാല്യൂ നമ്മൾ 127 കൂടെ ആഡ് ചെയ്യുക. 127 പ്ലസ് y വാല്യൂ. y വാല്യൂ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് 127 പ്ലസ് 7 ഈക്വൽ ടു 134. 134ന്റെ കറക്റ്റ് ബൈനറി വാല്യൂ പറഞ്ഞാൽ 134ന്റെ ബൈനറി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. 134ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 10000110. ഇതാണ് 134ന്റെ ബൈനറി വാല്യൂ. ഇതാണ് നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ. നമുക്ക് ഇത് മൂന്നും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഇനി സൈൻ വാല്യൂ നമുക്ക് അറിയാം. സൈൻ ബിറ്റ് പറഞ്ഞാൽ എത്ര വരിക? സൈൻ ബിറ്റ് പറഞ്ഞാൽ 0 വരിക. കാരണം നമുക്ക് 156.625 ആണ്. അപ്പൊ സൈൻ ബിറ്റ് 0 വരിക. ഓൾറെഡി പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ ആദ്യം സൈൻ ബിറ്റ് പറഞ്ഞാൽ 0. ഇതാണ് നമ്മുടെ സൈൻ ബിറ്റ്. അതിനുശേഷം നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ പറഞ്ഞ എത്ര? 100.00110. ഇതാണ് നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ. അതിനുശേഷം നമ്മുടെ മാൻഡിസ പറഞ്ഞ എങ്ങനെ വരിക? 0.111.001 പിന്നെ 13 0 കൂടി 100.000000000. ഇതാണ് നമ്മുടെ മാൻഡിസ വരിക. എങ്ങനെയാണ് നമുക്ക് 156.625 നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും? നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നടക്കുന്ന വാല്യൂ 0.5. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ 0.5ന്റെ ഫ്രാക്ഷണലും അതേപോലെ ഇന്റഗ്രൽ പോർഷന്റെയും ബൈനറി കണ്ടുപിടിക്കുക. ഇതിൽ ഇന്റഗ്രൽ പോർഷൻ പറഞ്ഞാൽ 0, ഫ്രാക്ഷണൽ പറഞ്ഞാൽ 0.5. അപ്പൊ 0യുടെ ബൈനറി പറഞ്ഞാൽ 0 തന്നെ വരിക. 0.5ന്റെ ബൈനറി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 0.5ന്റെ ബൈനറി കണ്ടുപിടിക്കാൻ 0.5 into 2
ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1.0 കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് ജസ്റ്റ് 1 സ്റ്റോർ ചെയ്ത് വെക്കുക. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വാല്യൂ 1. അപ്പോൾ നമുക്ക് 0.1 എന്താ 0.5ന്റെ ബൈനറി 1 കിട്ടും. രണ്ടും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 0.1 കിട്ടും. 0.1 കിട്ടി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ 1 പോയിന്റ് കിട്ടുന്ന തരത്തിൽ എഴുതണം. 1 പോയിന്റ് കിട്ടണമെങ്കിൽ ഈ പോയിന്റ് നമ്മൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക 0.1 ഇൻറ്റു 2⁻1. ഈ വാല്യൂ ഇങ്ങനെയാണ് വരിക. നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡത്തെ 0ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ 1.0 ഇൻറ്റു 2⁻−1 ആണ് വരിക. നമ്മൾ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ 2ന്റെ പവർ വാല്യൂ മൈനസ് ആണ് വരിക. റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു തവണ ചെയ്തുകൊണ്ട് 2ന്റെ പവർ -1 വന്നു. അപ്പോൾ 1 ഇൻറ്റു 2⁻−1 ഇങ്ങനെയാണ് വരിക. അപ്പോൾ y വാല്യൂ നമുക്ക് എത്ര കിട്ടി? -1. 2ന്റെ പവർ എത്ര? -1 കിട്ടി. നമ്മൾ മാൻഡിസ് എഴുതണമെങ്കിൽ ഈ 1 കളയുക. അതായത് 1 കളഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണ്? 0. ഒരു 0 ഇട്ട് കൊടുത്തു. ഒരു 0 അല്ല, 23 ബിറ്റ്സ് ആണ് നമ്മൾ ഫ്ലോട്ടിന് യൂസ് ചെയ്യുന്നത്. ബാക്കി 22 ബിറ്റ്സും കൂടി 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ മാൻഡിസ് നമുക്ക് കിട്ടി. അതായത് മാൻഡിസ് കിട്ടണമെങ്കിൽ ഈ 1 പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള വാല്യൂ ഇല്ല, അത് ഇവിടെ 0 മാത്രമല്ല, ആ 0 ആണ് ഇവിടെ. ഈ ബാക്കി 28 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാൻഡിസ് കിട്ടി. പിന്നെ 0.5 പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ സൈൻ ബിറ്റ് എന്താ വരിക? സൈൻ ബിറ്റ് 0 ആണ് വരിക. നമുക്ക് എക്സ്പോണന്റ് കണ്ടുപിടിക്കണം. എക്സ്പോണന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ബയാസ് വാല്യൂ. നമ്മുടെ ഫ്ലോട്ടിന്റെ ബയാസ് വാല്യൂ പറഞ്ഞാൽ 127 ആണ്. 127 കൂടെ y വാല്യൂ ആഡ് ചെയ്യുക. y വാല്യൂ പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് y വാല്യൂ പറഞ്ഞാൽ -1. 127 -1 is equal to 126 കിട്ടും. 126ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 0 കിട്ടും. ഇതാണ് നമ്മുടെ എക്സ്പോണന്റ്. ഇതാണ് കിട്ടുക. അപ്പൊ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സൈൻ ബിറ്റ് 0 കിട്ടും. പിന്നെ നമ്മുടെ എക്സ്പോണന്റ് പോർഷൻ എന്താ കിട്ടുക? 0 1 1 1 1 1 1 0 കിട്ടും. പിന്നത്തെ പോർഷനാണ് മാൻഡിസ എന്താ കിട്ടുക? മാൻഡിസ 23 zeros കിട്ടും. 0 0 0 0. ഇതാണ് നമ്മുടെ 0.5ന്റെ റെപ്രസെന്റേഷൻ. ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാക്കിയ 0.5 സൈൻ ബിറ്റ് 0, പിന്നെ എക്സ്പോണന്റ് പോർഷൻ 8 ബിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ 23 ബിറ്റ്സ് 0 ആയിരിക്കും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ 0.625ന്റെ ചെയ്താൽ 0.625ന്റെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇന്റഗ്രൽ പോർഷൻ പറഞ്ഞാൽ 0, അതിന്റെ ഡെസിമല് അതിന്റെ ബൈനറി പോർഷൻ ബൈനറിൽ എഴുതിയ 0യുടെ ബൈനറി 0 വരും. ഇനി 0.625ന്റെ ബൈനറി കണ്ടുപിടിക്കണം. അതിന് 0.625 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. 0.625 ഇൻറ്റു 2 ചെയ്താൽ 1.250 കിട്ടും. അതിൽ നിന്ന് പോയിന്റിന് ലെഫ്റ്റ് സൈഡുള്ള വാല്യൂ ഇന്റഗ്രൽ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുക. 1 കിട്ടും. പോയിന്റിന് റൈറ്റ് സൈഡുള്ള വാല്യൂ വീണ്ടും എടുക്കുക. അതിനെ വീണ്ടും 0.250 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.5 കിട്ടും. അതിൽ പോയിന്റിന് ലെഫ്റ്റുള്ള വാല്യൂ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുക. 0 സ്റ്റോർ ചെയ്തു. പോയിന്റ് റൈറ്റ് സൈഡുള്ള വാല്യൂ 0.5, അത് വീണ്ടും നമ്മൾ എടുക്കുക. 0.5 ഇൻറ്റു 2 ചെയ്താൽ 1.0 കിട്ടും. 1.0 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തുക. ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഡയറക്ഷനിൽ നമ്മൾ ഇതിന്റെ വാല്യൂസ് എടുക്കുക. അപ്പോൾ 0.625ന്റെ ബൈനറി പറഞ്ഞാൽ 101 കിട്ടും. രണ്ടും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ 0.101. അതായത് 0യുടെ ബൈനറി വാല്യൂ 0, 6.625ന്റെ ബൈനറി വാല്യൂ 101. അത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 0.101 കിട്ടും. ഇനി നമുക്ക് ഈ പോയിന്റിനെ 1 പോയിന്റ് കിട്ടുന്ന തരത്തിൽ എഴുതണം. അതായത് 1 പോയിന്റ് സംതിങ് വാല്യൂ അങ്ങനെ കിട്ടുന്ന തരത്തിൽ എഴുതണം. അപ്പോൾ ഈ പോയിന്റ് ആദ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക? 0.1 റൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് 2⁻−1 വരും. ഇനി വീണ്ടും ഒരു തവണ റൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ 0. ഇനി വീണ്ടും റൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി 1 പോയിന്റ് കിട്ടി. കണ്ടാ 1.01 ഇൻറ്റു 2⁻−1 നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. അപ്പൊ പോയിന്റിന് ശേഷം ഉള്ള വാല്യൂ കണ്ട ഈ 1 പോയിന്റ്, ആ പോയിന്റിന് ശേഷമുള്ള വാല്യൂ ആണ് നമ്മുടെ മാൻഡിസ് ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മുടെ മാൻഡിസ പോർഷനിൽ എന്ത് കിട്ടുക? മാൻഡിസ പോർഷനിൽ 0 1 കിട്ടി. നമ്മുടെ മാൻഡിസ പോർഷനിൽ ഫ്ലോട്ടിന് 23 ബിറ്റ്സ് യൂസ് ചെയ്യും. അപ്പൊ 0 1 കഴിഞ്ഞിട്ട് ബാക്കി 21 0 കൂടി ആഡ് ചെയ്യുക. 1 2 ഇതാണ് നമ്മുടെ മാൻഡിസ പോർഷൻ കിട്ടുക. ഇനി സൈൻ ബിറ്റ് കിട്ടാൻ വലിയ സീനില്ല. ഓൾറെഡി നമുക്ക് തന്ന വാല്യൂ 0.625 ആണ്. 0.625 പറഞ്ഞത് എന്താണ്? അത് ഓൾറെഡി പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ സൈൻ ബിറ്റ് എത്ര കിട്ടുക? 0 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
എക്സ്പോണന്റ് പോർഷൻ ആണ്. എക്സ്പോണന്റ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോട്ടിന്റെ ബയാസ് വാല്യൂ പറഞ്ഞാൽ 127 ആണ്. ഈ 127 കൂടെ y വാല്യൂ നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് കിട്ടിയ y വാല്യൂ എത്രയാണ്? y വാല്യൂ പറഞ്ഞാൽ 2ന്റെ പവർ, അതായത് -1 ആണ് കിട്ടുന്നത്. അപ്പോൾ 127 പ്ലസ് -1 is equal to 126 ആണ് കിട്ടുക. 126ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 0 കിട്ടും. ഇതാണ് അപ്പൊ അതിന്റെ എക്സ്പോണന്റ് പോർഷൻ. അപ്പൊ നമുക്ക് 0.625 നമ്മുടെ ബൈനറി റെപ്രസെന്റ് ചെയ്ത ആദ്യം സൈൻ ബിറ്റ് 1 കിട്ടില്ല, 0 കിട്ടും. സൈൻ ബിറ്റ് 0 കിട്ടും. അതിനുശേഷം നമ്മുടെ എക്സ്പോണന്റ് ബിറ്റ് പറഞ്ഞാൽ എന്താ വരിക? 0 1 1 1 1 1 1 0 8 ബിറ്റ് ആണ് നമ്മുടെ എക്സ്പോണന്റ് യൂസ് ചെയ്യുക. അതിനുശേഷം എന്താ വാല്യൂ വരിക? 0 1 0 0 ഇതാണ് നമ്മുടെ മാൻഡിസ് വരിക. ഇങ്ങനെയാണ് നമ്മുടെ 0.625 റെപ്രസെന്റ് ചെയ്ത കിട്ടുന്ന ആൻസർ. നമ്മൾ ഈ ഫ്ലോട്ടിന് പകരം ഡബിളിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ മാൻഡിസ 23 ബിറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം 52 ബിറ്റ് യൂസ് ചെയ്യും. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ നമ്മൾ ഈ y വാല്യൂ 127 കൂടെ ആഡ് ചെയ്യുന്നതിന് പകരം 1023 കൂടെയാണ് നമ്മുടെ y വാല്യൂ ആഡ് ചെയ്യുക. അത്ര വ്യത്യാസമുള്ളൂ. നമ്മുടെ മാൻഡിസ ബിറ്റ് 23 ബിറ്റ് എടുക്കുന്നതിന് പകരം 52 ബിറ്റ്സ് എടുക്കും. പിന്നെ y വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം ബയാസ് വാല്യൂ 127 പകരം 1023 ആയിരിക്കും. ഇപ്പൊ തന്ന എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഡബിളും വേണം ചെയ്യാം. ഡബിൾ ചെയ്യുമ്പോൾ മാൻഡിസ ബിറ്റ് എടുക്കുമ്പോൾ 23ക്ക് പകരം 52 ബിറ്റ്സ് എടുക്കുക. അതേപോലെ y വാല്യൂ ആഡ് ചെയ്യണ ബയാസ് വാല്യൂ ഫ്ലോട്ടിനാണ് 127, ഡബിളിന് 127 പകരം 1023 എടുക്കുക. അത്ര വ്യത്യാസം. നമുക്ക് ലാസ്റ്റ് എക്സാമ്പിൾ ഒരു സ്പെഷ്യൽ കേസ്, അതായത് 1.7 ആണ് എടുക്കുന്നത്. അപ്പോൾ 1.7 നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ പോർഷൻ 1, അതിന്റെ ഫ്രാക്ഷണൽ പോർഷൻ പറഞ്ഞ 0.7. ഇതിന് രണ്ടിന്റെയും സെപ്പറേറ്റ് ബൈനറി നമ്പർ കണ്ടുപിടിക്കുക. 1ന്റെ ബൈനറി പറഞ്ഞാൽ 1 തന്നെ വരും. 0.7ന്റെ ബൈനറിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ കേസ് വരിക. 0.7ന്റെ ബൈനറി കണ്ടുപിടിക്കുമ്പോൾ 2 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര ആൻസർ കിട്ടുക? 1.4 ആൻസർ കിട്ടും. അതിനുശേഷം ഈ ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും. ഈ 1.4 അല്ല, ഈ ഡെസിമലിന് ശേഷം റൈറ്റ് സൈഡിലുള്ള വാല്യൂ എത്രയാണ്? 0.4. അപ്പോൾ 0.4നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 0.8 കിട്ടും. ഇനി ആ ഡെസിമലിന് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0 നമ്മൾ സ്റ്റോർ ചെയ്തു. ഈ 0.8നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1.6. അപ്പോൾ ഡെസിമൽ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 1 സ്റ്റോർ ചെയ്തു. ഡെസിമൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ 0.6 ആണ്. അപ്പോൾ 0.6 ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 1.2. ഡെസിമൽ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ 1 സ്റ്റോർ ചെയ്തു. നമുക്ക് 1.0 ആൻസർ കിട്ടുന്നവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. 1.0 നമുക്ക് ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഡെസിമൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ 0.2 ആണ്. അപ്പോൾ 0.2 കൊടുത്തു. 0.2 ഇൻറ്റു 2. 0.2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0.4. നമ്മൾ ഡെസിമൽ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0 സ്റ്റോർ ചെയ്തു. ഡെസിമൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എത്രയാണ്? 0.4. 0.4 ഇൻറ്റു 2 0.8. 0.8 ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0 നമ്മൾ സ്റ്റോർ ചെയ്തു. ഡെസിമലിന് പോയിന്റ് റൈറ്റ് സൈഡിലുള്ള വാല്യൂ 0.8 എടുത്തു. 0.8 ഇൻറ്റു 2 1.6. ഡെസിമൽ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമ്മൾ 1 സ്റ്റോർ ചെയ്തു. ഡെസിമൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ 0.6 ഇൻറ്റു 2 വീണ്ടും 1.2 കിട്ടി. നമ്മൾ 1 സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും 0.2 ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. 0.2 ഇൻറ്റു 2 0.4 കിട്ടും. വീണ്ടും ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ട്. പാറ്റേൺ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്നത് 0 1 1 0 0.8 നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. കണ്ടോ? അതേ വാല്യൂ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് 0 1 1 0. അപ്പോൾ ഇതിന്റെ മാൻഡിസ് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, മാൻഡിസ് അല്ല, ഈ ഒരു വാല്യൂ മാൻഡിസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 0.7ന്റെ വാല്യൂസ് എങ്ങനെ വരിക? ഇപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തല്ലേ ചെയ്യേണ്ടത്. 1 നമ്മൾ 1ന്റെ വാല്യൂ എഴുതി, അതിനുശേഷമാണ് നമ്മുടെ 0.7ന്റെ മാൻഡിസ് എഴുതുക. അപ്പോൾ എങ്ങനെ വരിക? 1 0 0 1 1 0 0 1 1 0 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ അതാണ് അതിന്റെ വാല്യൂസ് വരിക. ഇങ്ങനെ വാല്യൂസ് പോയിട്ട് ഇൻറ്റു 2 to the power 0 ആണ് വരിക. നമുക്ക് 2ന്റെ പവർ ഒന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എങ്ങനെ നമുക്കൊന്ന് എഴുതി വെക്കാം. 23 ബിറ്റ്സിൽ ഈ മാൻഡിസ് എഴുതി വെക്കാം. അപ്പോൾ ആദ്യത്തെ വാല്യൂ 1 വരും. പിന്നെ നമ്മുടെ 0 1 1 0 റിപ്പീറ്റ് ചെയ്യും. 0 1 1 0 റിപ്പീറ്റ് ചെയ്തു. 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 4 8 12 16 20 21 ബിറ്റായി. അടുത്തതിൽ 0 1 1 0 1 1 എത്തിയ 23 ബിറ്റായി. അപ്പം ഇങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ കേസ് വരുമ്പോൾ
അടുത്ത 24 ബിറ്റ് നമ്മൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യുക. 24 ബിറ്റ് ഏതാ വരിക? 1 ആണ് വരിക. അപ്പൊ അതൊരു ഓഡ് സംഖ്യയാണ്. 24th ബിറ്റ് ഓഡാണെങ്കിൽ അത് റൗണ്ട് ചെയ്യും, റൗണ്ട് ചെയ്തിട്ട് ഈവൻ നമ്പറിലേക്ക് വരും. ശരിക്കും ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് വരേണ്ടത്, അതായത് ഇതാണ് നമ്മുടെ വാല്യൂസ് വരേണ്ടത്. പക്ഷെ 24th ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. 24th ബിറ്റ് 1 ആണെങ്കിൽ, 24th ബിറ്റ് ഓഡാണെങ്കിൽ, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഈവൻ നമ്പറിലേക്ക് റൗണ്ട് ചെയ്യും. ശരിക്കുള്ള വാല്യൂസ് വരിക 1 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0. ഈ 0 1 പകരം നമ്മൾ 1 0 ആയിട്ട് അതിനെ റൗണ്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് കിട്ടുക. അപ്പൊ നമ്മുടെ കിട്ടിയ വാല്യൂസായിൽ നിന്ന് റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. നമുക്ക് എക്സ്പൊണന്റ് കണ്ടുപിടിക്കും. എക്സ്പൊണന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? 127 പ്ലസ് y വാല്യൂ. y വാല്യൂ പറഞ്ഞാൽ 2 പവർ വരെ എത്ര 0 കിട്ടുള്ളൂ. അപ്പോൾ 127 തന്നെ വരിക. അപ്പൊ എക്സ്പൊണന്റ് പോർഷൻ എങ്ങനെ വരിക? 127, അതായത് 0 1 1 1 1 1 1 1. ഇതാണ് എക്സ്പൊണന്റ് പോർഷൻ വരിക. എക്സ്പൊണന്റ് പോർഷൻ വരും. ഇനി എല്ലാം കൂടി നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് 0.7ന്റെ സൈൻ ബിറ്റ് പറഞ്ഞാൽ 0 വരും, സൈൻ ബിറ്റ് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് 0 വരും. ഇനി എക്സ്പൊണന്റ് പോർഷൻ 0 1 1 1 1 1 1 1. ഇനി മാൻഡിസോ ശരിക്കും വരേണ്ടത് ഇങ്ങനെയായിരിക്കും, അതായത് 1, പിന്നെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. 0 1 1 0 0 1 1 0 0 1 1 0 അങ്ങനെയുള്ള പാറ്റേൺ ഫോളോ ചെയ്യും. അതാണ് ശരിക്കും വരുന്നത്. പക്ഷെ ഈ 24th ബിറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ റൗണ്ട് ചെയ്യുക. 24th ബിറ്റ് ഓടാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഈവൻ നമ്പറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂസ് പറഞ്ഞാൽ 1 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0. അതിനുശേഷം 1 0 എന്നായിരിക്കും കിട്ടുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ മാൻഡിസയിൽ ഈ വാല്യൂ സ്റ്റോർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വാല്യൂ നമ്മൾ റൗണ്ട് ചെയ്യണം, നമ്മൾ സാധാ വാല്യൂസ് റൗണ്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ IEEE സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ 20 ഇങ്ങനെ റിപ്പീറ്റേഷൻ കേസ് വരില്ലേ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. 24th ബിറ്റിനെ കറസ്പോണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ റൗണ്ട് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ 0.7ന്റെ ബൈനറി റെപ്രസെന്റേഷൻ. എങ്ങനെയാണ് നമ്മുടെ മെമ്മറിക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക.